അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് UKGയുടെ പാർട്ട് 1 കിതാബിലെ 7ാമത്തെ പാഠഭാഗമാണ്. അദ്ദർസു സാബിഉ ഖാഉൻ. ഖാത്മുൻ. ഖത്മുൻ. ഖത്മുൻ എന്താണ്? ഖത്മുൻ സീലാണല്ലേ. നോക്ക്. ഖാ 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 ഖി ഖു ബഖ് ഖുൻ ഖബസുൻ ഖബസുൻ ഖിത്ബുൻ ഖിത്ബുൻ ഖുബ്സുൻ ഖുബ്സുൻ. ഒന്നും കൂടെ നോക്ക്. ഖത്മുൻ ഖത്മുൻ ഖബസുൻ ഖബസുൻ ഖിത്ബുൻ ഖിത്ബുൻ ഖുബ്സുൻ ഖുബ്സുൻ. ഇനി താഴേക്ക് നോക്കൂ. അക്ഷരത്തിൻ്റെ ചിത്രം ഒട്ടിക്കുക. ഇവിടെ അക്ഷരത്തിൻ്റെ ചിത്രം എഴുതി ഒട്ടിക്കുക. ഇനി നമുക്ക് ഖാഇൻ്റെ മഖ്റജ് നോക്കാം. ഖാഇൻ്റെ ഉച്ചാരണ സ്ഥാനം തൊണ്ടയുടെ മേലേ അറ്റം. തൊണ്ടയുടെ മേലേ അറ്റത്ത് നിന്ന് കാറി പറയുന്നതാണ് ഖാ. മനസ്സിലായോ? ഇനി നമുക്ക് ആക്ടിവിറ്റി ചെയ്യാം. പകർത്തി എഴുതാം. ഖാ ഖാ ഖി ഖു ബഖ് ഖുൻ. ഓരോ അക്ഷരങ്ങളും താഴേക്ക് ഇതുപോലെ എഴുതുക. വായിച്ച് എഴുതണം. അങ്ങനെയാണെങ്കിൽ എപ്പോഴും അത് മനസ്സിലിരിക്കും. ഇനി നോക്കൂ, ഉറക്കെ വായിക്കാം. അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ. അടുത്തത് നോക്കൂ, എഴുതി വായിക്കാം. എഴുതുകയും ചെയ്യണം, വായിക്കുകയും ചെയ്യണം അല്ലേ. ആ ഖുൻ അഖുൻ. ഉ ഖ് തുൻ ഉഖ്തുൻ. സബ്തുൻ സബ്തുൻ. അപ്പോൾ ഇത് എഴുതുകയും ചെയ്യണം, വായിക്കുകയും ചെയ്യണം. അടുത്തത് നോക്കൂ. ജിബ്തുൻ ജിബ്തുൻ. ബഹ്സുൻ ബഹ്സുൻ. ഹജ്ബുൻ ഹജ്ബുൻ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റി മനസ്സിലായല്ലോ. ഇനി ആദ്യം മുതലുള്ള ആക്ടിവിറ്റീസ് നമുക്കൊന്നും കൂടി നോക്കാം. പകർത്തി എഴുതാം. അലിഫ് അ ഇ ഉ ഉൻ. അതുപോലെ താഴേക്ക് എഴുതുക. അടുത്തത് ബ ബ ബി ബു ബ് ബുൻ. കോപ്പി ചെയ്ത് എഴുതുക. ത ത തി തു ബിത്ത് തുൻ. അതും കോപ്പി ചെയ്യുക. അടുത്തത് സ സ സി സു അസ് സുൻ. അടുത്തത് ജീം ജ ജി ജു ജ് ജുൻ. ഇതുവരെ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഹർക്കത്ത് ഉപയോഗിച്ച് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും വായിക്കേണ്ടതെന്നുമാണ് ഇതിലൂടെ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ആക്ടിവിറ്റിയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി 2 അക്ഷരം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ അക്ഷരം കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാം വായിക്കാം എന്ന ആക്ടിവിറ്റിയിലെ വാക്കുകളിലേക്കാണ് പോകേണ്ടത്. ബാക്കിയുള്ള 2 അക്ഷരങ്ങൾ നോക്കൂ. ഹ ഹ ഹി ഹു ഉഹ് ഹുൻ. അടുത്തത് ഖ ഖ ഖി ഖു ബഖ് ഖുൻ. ഇനി വാക്കുകളാണ്. ഈ വാക്കുകളൊന്ന് വായിച്ചു നോക്കിയേ. ഇത്ബുൻ ഇത്ബുൻ. ഈ വാക്കുകൾ ഓരോന്നും നേരെ നേരെ കോപ്പി ചെയ്ത് എഴുതാനാണ്. അടുത്തത് നോക്ക്. ബഹ്സുൻ ബഹ്സുൻ. തസീബു തസീബു. സബത സബത. ജിബ്തുൻ ജിബ്തുൻ. ഹത്ബുൻ ഹത്ബുൻ. ഖബബുൻ ഖബബുൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത പേജിൽ ഒരു യൂണിറ്റ് ടെസ്റ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് ഒന്ന് നമുക്ക് ചെയ്താലോ. മാതൃക നോക്കി കോളം പൂർത്തിയാക്കാം. ഇവിടെ ആദ്യത്തെ കോളത്തിൽ അലിഫിൻ്റെ ഹർക്കത്തിട്ട അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ ബാഇൻ്റെ അക്ഷരങ്ങൾ എഴുതുക. അപ്പോൾ ബാഇന് താഴെ ഫത്തഹിടുമ്പോൾ ബ, കിസറിടുമ്പോൾ ബി, ലമ്മിടുമ്പോൾ ബു, സുക്കൂനിടുമ്പോൾ ബ്, ലമ്മ് തൻമീനിടുമ്പോൾ ബുൻ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ബ, ബി, ബു, ബ്, ബുൻ ഇങ്ങനെയാണ് വരിക. അടുത്ത താൻ്റെത്
ത, തി, തു, ത്, തുൻ. സാഇൻ്റെത് സാ, സി, സു, സ്, സുൻ. ജീമിൻ്റെത് ജ, ജി, ജു, ജ്, ജുൻ. അടുത്ത ഹാഇൻ്റെത് ഹ, ഹി, ഹു, ഹ്, ഹുൻ. ഖാഇൻ്റെത് ഖ, ഖി, ഖു, ഖ്, ഖുൻ. ഇതുപോലെയാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിട്ടുപോയത് പൂരിപ്പിക്കാം. നമ്മൾ നേരത്തെ പഠിച്ച പാഠങ്ങളുടെ കുറച്ച് വാക്കുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ ചില അക്ഷരങ്ങൾ കാണാതെ പോയിട്ടുണ്ട്. അത് നമ്മൾ പൂരിപ്പിക്കുക. അവിടെ ആ അക്ഷരങ്ങൾ എഴുതി ചേർത്ത് ആ വാക്കിനെ പൂർണ്ണമാക്കുക എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ വാക്ക് നോക്ക്. ഇവിടെ ഒരു ഡാഷേ ഉള്ളൂ. ഈ കായികയിലുള്ളത് അതുപോലെ എഴുതി വെക്കരുത്. ഇതിൽ തെറ്റുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം എഴുതുക. ഓക്കെ. ഡാഷ് ബുൻ. ഡാഷ് ബുൻ. ഏത് വാക്കാണ് നമ്മൾ പഠിച്ചത് ആദ്യമായിട്ട്? അബുൻ. അബുൻ എന്ന വേർഡാണ് ആദ്യം നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ ഡാഷ് ബുൻ, അബുൻ. അടുത്ത നോക്ക്. ഡാഷ് ബലുൻ. ഡാഷ് ബലുൻ, ജബലുൻ. കറക്റ്റാണ്. അടുത്തത് സു ഡാഷ് ത. സു ഡാഷ് ത. ഇവിടെ ഏത് അക്ഷരമാണ് വരുന്നത്? ബി ആണ് വരുന്നത് അല്ലേ. സുബിത, സുബിത. അടുത്തത് എന്താണ്? ഡാഷ് വ ബുൻ. ഡാഷ് വ ബുൻ. ഏതക്ഷരമാണ് വരിക? സായാണ് വരുന്നത്. സൗബുൻ. ഏതാണ് വാക്ക്? സൗബുൻ. അടുത്ത നോക്ക്. ഉ ഡാഷ് തുൻ. ഉ ഡാഷ് തുൻ. ഈ ഡാഷിൽ ഏതക്ഷരമായിരിക്കും വരിക? ഹ് ആണ് വരുന്നത്. നമ്മൾ പഠിച്ചു നേരത്തെ. ഉഹത്തുൻ എന്ന വേർഡ് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ ഏത് വാക്കാണ് വരിക? ഉഹത്തുൻ. അടുത്തത് നോക്ക്. ഡാഷ് ബി. ഒരു ഡാഷേ ഉള്ളൂ. ഈ രണ്ടക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നത് തെറ്റാണ്. ആ ഒരു ഡാഷിൽ ഏത് വാക്കാണ് വരിക? അബുൻ എന്ന പാഠത്തിൽ അബ കഴിഞ്ഞ് നമ്മൾ ഒരു വാക്ക് പഠിച്ചിരുന്നു, ഇബി അല്ലേ. ഇ ബി, ഇബി. ആ വേർഡാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ എന്ന അക്ഷരമാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അടുത്ത നോക്ക്. ഹ ഡാഷ് ബുൻ. ഹ ഡാഷ് ബുൻ, ഹജ്ബുൻ. ഹജ്ബുൻ എന്ന വേർഡാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ജീമ്, ജ് ആണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അടുത്ത നോക്ക്. ഹു ബ് ഡാഷ്. ഹു ബ് ഡാഷ്. ഹു ബ് സുൻ. ഹുബസുൻ. ഹുബസുൻ എന്നാണ് വേർഡ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തെറ്റാണ്. അതുകൊണ്ട് നോക്കി എഴുതുക. സുന്നാണ് ഇവിടെ വരുന്നത്. ഹുബസുൻ. അടുത്ത നോക്ക്. ഡാഷ് റുൻ. ഡാഷ് റുൻ, തംറുൻ. തംറുൻ എന്ന വേർഡാണ് വരുന്നത്. തായാണ് എഴുതേണ്ടത്. അടുത്ത നോക്ക്. ഡാഷ് ത് മുൻ. ഡാഷ് ത് മുൻ, ഹത്ത് മുൻ. ഹത്ത് മുൻ എന്ന വേർഡാണ് വരുന്നത്. അത് കറക്റ്റായിട്ട് എഴുതുക. അടുത്തത് ഡാഷ് യ് തുൻ. ഡാഷ് യ് തുൻ, ബൈത്തുൻ. ബൈത്തുൻ എന്ന വേർഡാണ് വരുന്നത്. ബ എഴുതുക. അടുത്തത് ഡാഷ് ബ ലുൻ. ഹബലുൻ. ഹബലുൻ എന്ന വേർഡാണ് വരുന്നത്. കറക്റ്റായിട്ട് എഴുതുക. ഇനി അടുത്തത് നോക്കൂ. പഠിച്ച അക്ഷരങ്ങൾ കൊണ്ട് വാക്കുകൾ നിർമ്മിക്കാം. കുറച്ച് ബലൂൺസ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 ബലൂൺസ് വീതം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ ഇതിൽ എഴുതി വെക്കാം. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണോ ആ വാക്കുകളൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ മഅസ്സലാമ.